നിങ്ങൾക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ അവകാശമില്ല, അതിന് ഞങ്ങളുണ്ട്. കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖർഗെയുടെ വാക്കുകളാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ എന്താണ് RSSന്റെ റോൾ എന്നും മന്ത്രി ചോദിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഈ രാജ്യത്ത് ഉയർന്നു വന്ന ചോദ്യം പ്രിയങ്ക ഖർഗെ ആവർത്തിച്ചതാണെങ്കിലും അത് BJPക്ക് നൽകുന്ന തിരിച്ചടി വലുതാണ്. രാജ്യം സ്വന്തം പോക്കറ്റിലാക്കി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സംഘപരിവാറിനെതിരെ പ്രിയങ്ക ഖർഗെ നടത്തിയ വിമർശനങ്ങൾ എക്കാലവും പ്രസക്തമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായ 500 കോൺഗ്രസ് പ്രവർത്തകരുടെ പട്ടിക നൽകാൻ തനിക്ക് കഴിയും. സമാനമായി 50 പേരുടെ പട്ടികയെങ്കിലും നൽകാൻ RSSന് സാധിക്കുമോ എന്നും ഖർഗെ വെല്ലുവിളിക്കുന്നുണ്ട്. വിഭജനകാലത്തെ വർഗീയ കലാപങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ സംഘടന എന്ത് പങ്കാണ് വഹിച്ചതെന്നും ഖർഗെ ചോദിക്കുന്നു. RSS ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന അല്ലാത്തതിനാൽ അതിനെ നിരോധിക്കാൻ പോലും സാധിക്കില്ലെന്ന പരിഹാസവും ഖർഗെയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ ആദ്യം അത് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതല്ലേ എന്നാണ് ഖർഗെ ചോദിച്ചത്. സർക്കാർ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും സംഘടനകൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിനായി കർണാടക സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ബില്ല് RSSനെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന BJPയുടെ ആരോപണവും മന്ത്രി തള്ളിക്കളഞ്ഞു. രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയ ഏത് സംഘടനകൾക്കും പൊതുസ്വത്ത് ഉപയോഗിക്കുന്നതിന് മുൻകൂർ അനുമതി നിർബന്ധമാക്കുന്ന ബില്ലാണ് കർണാടക സർക്കാർ അവതരിപ്പിക്കുന്നത്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശങ്ങൾക്ക് നിയമപരമായ അടിത്തറ നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. ബില്ലിൽ ഏതെങ്കിലും സംഘടനയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് BJP വ്യക്തമാക്കണം. അവരുടെ വിമർശനങ്ങളെ പ്രിയങ്ക് ഫോബിയയായി മാത്രമേ കാണുന്നുള്ളൂവെന്നും പ്രിയങ്ക് ഖർഗെ പറഞ്ഞു. ഇത് ആദ്യമായിട്ടൊന്നുമല്ല RSSനെ മന്ത്രി പ്രിയങ്ക് ഖർഗെ വിമർശിക്കുന്നത്. അതേസമയം RSS സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യത്തിൽ കർണാടക സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഭാരതം എന്ന രാജ്യത്തെയോ ഹിന്ദു എന്ന സനാതന ധർമ്മത്തെയോ RSS എന്ന സംഘടനയുമായി സമീകരിക്കാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. RSSന്റെ പ്രത്യയശാസ്ത്രം താലിബാന്റെ ചിന്താഗതിക്ക് സമാനമാണ്. ഒരൊറ്റ മതവ്യാഖ്യാനം എല്ലാവരിലും അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഹിന്ദുമതം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ തങ്ങൾക്കും രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്ന RSSന്റെയും BJPയുടെയും വാദങ്ങളെ പൂർണ്ണമായും കർണാടക സർക്കാർ തള്ളിക്കളയുന്നുണ്ട്. മതം വേറെ, RSS എന്ന സംഘടന വേറെ. യാഥാർത്ഥ്യം പറഞ്ഞാൽ RSSുകാർ യഥാർത്ഥ ഹിന്ദുക്കളല്ല. അവർ ഹിന്ദുമതത്തിന്റെ യഥാർത്ഥ തത്വങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരാണ്. അവർ കേവലം ഹിന്ദുത്വവാദികൾ മാത്രമാണ്, അല്ലാതെ ഹിന്ദുമതത്തിന്റെ പ്രതിനിധികളല്ല എന്നാണ് കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. താലിബാൻ എങ്ങനെയാണോ ഇസ്ലാം മതത്തിന്റെ ഒരൊറ്റ വ്യാഖ്യാനം മാത്രം നൽകി വൈവിധ്യങ്ങളെ അടിച്ചമർത്തുന്നത്, അതുപോലെ ഹിന്ദു മതത്തിന്റെ ഒരൊറ്റ നിർവചനം നൽകി ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കാനാണ് RSS ശ്രമിക്കുന്നതെന്നും പറയുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ. രാജ്യത്തിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും RSSന് മാത്രം പ്രത്യേക ഇളവുകൾ നൽകാൻ കഴിയില്ലെന്നും പ്രിയങ്ക് ഖർഗെ ഓർമ്മിപ്പിക്കുമ്പോൾ നിരോധനം എന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ഇനി അധിക നാള് വേണ്ടി വരില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാജ്യത്തുടനീളം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയും കെട്ടിടങ്ങളും RSSന് സ്വന്തമായിട്ടുണ്ട്. ഇത്രയും വലിയ ആസ്തികൾ വാങ്ങുന്നതിനും ലക്ഷക്കണക്കിന് പ്രവർത്തകരെ നിലനിർത്തുന്നതിനുമുള്ള പണം എവിടെ നിന്ന് വരുന്നുവെന്ന് പൊതുസമൂഹത്തിന് അറിയാൻ അവകാശമുണ്ട്. ഒരു സാധാരണക്കാരന്റെ നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുമ്പോൾ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന RSSനെ എങ്ങനെയാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമങ്ങളിൽ നിന്നും ഒഴിവാക്കുകയെന്നും കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്. നേരത്തെ RSS സർസംഘചാലക് മോഹൻ ഭാഗവതിന് കത്തയച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖർഗെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. RSSന് സർക്കാർ രജിസ്ട്രേഷനിൽ നിന്നുള്ള ഇളവ് നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥയോ നിയമമോ ഏതാണെന്ന് വ്യക്തമാക്കാനും പ്രിയങ്ക് വെല്ലുവിളിച്ചിട്ടുണ്ട്.